ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്? നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി എന്തുത്തരമാണ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ ഇതിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർന്ന് വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഇവിടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഉണർവ് വന്നു ചേരുകയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തില് ആഗ്രഹിച്ചത് ഒന്നും തന്നെ നടന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്ന് തെളിയിക്കും വിധം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തളിരണിയാൻ പോകുന്നു എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ആയിരുന്നാലും അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ ആണെങ്കിലും എല്ലാം ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ശുഭപ്രതീക്ഷയോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും അതിനുവേണ്ട പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ നടക്കാത്തതിലുള്ള വിഷമമെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അതെല്ലാം അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്കൊരു ഊർജം അല്ലെങ്കിൽ ഒരു പ്രത്യേക ധൈര്യമൊക്കെ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തില് അഡിക്റ്റ് ആയി നിൽക്കുകയാണ് എന്ന് കാണുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ഒരുപക്ഷെ ഈ ഒരു അഡിക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് അത് സ്വയം മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വയം മനസ്സിലാക്കി അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അതിൽ നിന്നും കടന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. അത്തരത്തില് നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ആ ഒരു അഡിക്ഷൻ അതിൽ നിന്നും പുറത്തു കടക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തില് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരിക്കാം ഈ പറഞ്ഞ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യവുമായിരിക്കാം. ഇവിടെ നിങ്ങൾ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതായത് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ താല്പര്യപ്പെട്ടില്ലെങ്കിൽ കൂടി അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് തോന്നും അല്ലെങ്കിൽ അവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് അത് പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പല കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരോടുമൊക്കെ പല കാര്യങ്ങളും വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം.
അവരെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒരുപാട് വിട്ടുവീഴ്ചകൾ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പല വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഇത്തരത്തിലുള്ള സ്വഭാവത്തെ മാറ്റിക്കളയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതായത് ആ ഒരു സോഫ്റ്റ് കോർണറൊക്കെ മാറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കും, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും പറയും ഒക്കെ ചെയ്യും എന്നുള്ള അങ്ങനെ ഒരു സമയമാണ് ഇനി കടന്നു വരുന്നത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനും പറയാനും നിങ്ങൾ തയ്യാറാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹവും കെയറും എല്ലാം അവർക്ക് നിങ്ങൾ നൽകിയിട്ട് പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കെയറോ ഒന്നും തിരിച്ച് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു തന്നിട്ടില്ല. അവരോട് നിങ്ങളുടെ ഈ സമീപനം നിങ്ങൾ മാറ്റുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ അവരോട് ഈ കാണിക്കുന്ന ഈ ഒരു സോഫ്റ്റ് കോർണർ നിങ്ങൾ മാറ്റുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത് ഒക്കെ വെറുതെ ആയിപ്പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതായത് അവർ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കാതെ പല കാര്യങ്ങളും നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ചില നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നാണ് മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് ചില പുതിയ അവസരങ്ങൾ വരുന്നതായി കാണുന്നു. ചിലപ്പോൾ അതൊരു പക്ഷേ ഒരു നല്ലൊരു ജോലിയാകാം, അങ്ങനെ ഒരു അവസരമാകാം. മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. അതുപോലെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റുന്ന ചില അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വേറൊരു തരത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു. അതിൽ ചില പ്രശ്നങ്ങൾ ഒക്കെയും ഇപ്പോഴും നിങ്ങളെ പിന്തുടരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്കിനി നേടിയെടുക്കാനാകും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാകുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരുന്നത്. അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് തിരിച്ചറിയുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് മറികടക്കാനുള്ള എല്ലാ കരുത്തും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ ചില കാര്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ അതേപടി നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാതെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നൽകാൻ വരുമ്പോൾ അത് ഒന്നുകൂടി ആലോചിക്കുക. ആലോചന കൂടാതെ അതേപടി ജീവിതത്തിൽ പകർത്താതിരിക്കുക എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട്. സർവീശ്വരൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.